ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും ഒരൊറ്റ മനസ്സോടെ ഒത്തുചേരുന്ന ഏറ്റവും വലിയ കൂട്ടായ്മ ഏതാണ്? ലോകത്തെ 5.5 ബില്യണിലധികം മനുഷ്യരെ, അതായത് ഈ ഭൂമിയിലെ ജനസംഖ്യയുടെ 60% ആളുകളെ ഒരൊറ്റ സ്ക്രീനിൻ്റെ മുന്നിൽ തളച്ചിടുന്ന ഒരേ ഒരു മാജിക്, അതാണ് ഫിഫ വേൾഡ് കപ്പ്. ഫുട്ബോളിൻ്റെ ഈ മഹാമേളയുടെ പിന്നിൽ നമ്മൾ ആരും അറിയാത്ത ചോരയും നീരും കണ്ണീരും നിറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെസ്സിയെക്കുറിച്ചല്ല, റൊണാൾഡോയെക്കുറിച്ചുമല്ല. പകരം ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് വെറും 13 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത് തുടങ്ങി ഒരു നൂറ്റാണ്ടിനപ്പുറം 79ലധികം വ്യത്യസ്ത രാജ്യങ്ങൾ ബൂട്ടുകെട്ടിയ ഈ ടൂർണമെൻറ്റ് എങ്ങനെയാണ് ഇന്നത്തെ ഈ വമ്പൻ സാമ്രാജ്യമായി മാറിയത് എന്നാണ്. Surely now, Spain have won the World Cup. അതിനായി നമ്മൾ കൃത്യം ഒരു നൂറ്റാണ്ട് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. നമുക്ക് നേരെ 1914 പോകാം. അന്ന് ഇന്നത്തെ പോലെ ഫിഫ ലോകകപ്പ് ഒന്നുമില്ല കേട്ടോ. അക്കാലത്ത് ഒളിമ്പിക്സിൽ ഫുട്ബോൾ കപ്പ് അടിക്കുന്നവരായിരുന്നു ലോകത്തിലെ യഥാർത്ഥ രാജാക്കന്മാർ. ജയിക്കുന്ന ടീമിന് ഒളിമ്പിക്സ് സ്വർണ്ണ പതക്കം കിട്ടും. അതോടെ തീർന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫുട്ബോളിൻ്റെ ക്രേസ് ലോകമെമ്പാടും അങ്ങ് ആളിപ്പടർന്നു. ഗ്യാലറികൾ തിങ്ങി നിറഞ്ഞു. ഇത് കണ്ട ഫിഫയുടെ അന്നത്തെ ബോസ് ജൂൾസ് റിമറ്റ് ഒരു അടിപൊളി പ്ലാൻ അങ്ങിട്ടു. 1928 മെയ് 28 അദ്ദേഹം ലോകത്തോട് ആ വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തി. ഒളിമ്പിക്സിൻ്റെ തണലിൽ ഒതുങ്ങിക്കൂടാൻ ഫുട്ബോളിന് കഴിയില്ല. നമുക്ക് സ്വന്തമായി ഒരു ലോകകപ്പ് വേണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണുന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ വിത്ത് മുളയ്ക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യ ലോകകപ്പ് നടത്താൻ അവർ ഒരു രാജ്യം തിരഞ്ഞെടുത്തു. അവിടെയാണ് ട്വിസ്റ്റ്. ആദ്യമായി ഈ വമ്പൻ ടൂർണമെൻറ്റ് നടത്താൻ ഫിഫ തിരഞ്ഞെടുത്തത് ഉറുഗ്വേയെ ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അക്കാലത്തെ ഒളിമ്പിക്സ് ഫുട്ബോളിലെ വമ്പന്മാരായിരുന്നു അവർ. പക്ഷേ സംഗതി പ്രഖ്യാപിച്ചപ്പോഴാണ് യഥാർത്ഥ ബുദ്ധിമുട്ട് തുടങ്ങിയത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ആഴ്ചകളോളം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കപ്പൽ യാത്ര ചെയ്യണം. പോരാത്തതിന് ലോകത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും. ഇത്രയും ദൂരം വരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളും തുടക്കത്തിലെ മാറി നിന്നു. അവസാനം ഫിഫ ഒരുവിധം കഷ്ടപ്പെട്ട് ഒപ്പിച്ചത് വെറും 13 ടീമുകളെ മാത്രമാണ്. ഇതിലൊരു രസകരമായ കഥയുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് പങ്കെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഈജിപ്ത് ടീമിന് വഴിയിൽ വെച്ച് കാലാവസ്ഥ വില്ലനായി. അവരുടെ കപ്പൽ വൈകിപ്പോയത് കൊണ്ട് മാത്രം അവർക്ക് ആദ്യ ലോകകപ്പ് നഷ്ടമായി. ജപ്പാനും തായ്ലൻഡുമൊക്കെ പേര് കൊടുത്തിട്ട് അവസാന നിമിഷം പിന്മാറുകയുണ്ടായി. അങ്ങനെ വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ 1930 ജൂലൈ 13 ചരിത്രത്തിൽ ആദ്യമായി ഫിഫ വേൾഡ് കപ്പിന് പന്തുരുണ്ടു. അന്ന് ഇന്നത്തെ പോലെ പ്രീ ക്വാർട്ടറൊന്നും ഇല്ല കേട്ടോ. 4 ഗ്രൂപ്പുകൾ. അതിലെ വിജയികൾ നേരെ സെമിയിലേക്ക്. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണെന്നല്ലേ? അടിയും തിരിച്ചടിയുമായി. അയൽക്കാരായ ഉറുഗ്വേയും അർജന്റീനയും ഏകദേശം 93,000 കാണികളെ സാക്ഷി നിർത്തി അർജന്റീനയെ 4-2 തകർത്ത് ഉറുഗ്വേ ആദ്യത്തെ ലോക രാജാക്കന്മാരായി. അന്ന് ജയിച്ചവർക്ക് കിട്ടിയ ആ കപ്പ് കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം നമ്മൾ ഇന്ന് ടി വിയിലൊക്കെ കാണുന്ന ആ തിളങ്ങുന്ന സ്വർണ്ണ കപ്പല്ല അത്. ജൂൾസ് റിമറ്റ് ട്രോഫി എന്ന് പേരിട്ട 2 ചിറകുകളുള്ള ഒരു മലാഗ പെൺകുട്ടി ഒരു പാത്രം തലയിൽ ചുമന്ന് നിൽക്കുന്നത് പോലെയുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു കപ്പായിരുന്നു അത്. ഇന്ന് നമ്മൾ കാണുന്ന കപ്പിലേക്ക് ഇതെങ്ങനെയാണ് മാറിയത് എന്നതിനും പിന്നിലുണ്ട് വലിയൊരു കഥ. അങ്ങനെ ആദ്യ ലോകകപ്പ് കഴിഞ്ഞ് കൃത്യം 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1934 അടുത്ത ലോകകപ്പ് മത്സരങ്ങൾ ഇറ്റലിയിലേക്ക് മാറി. യൂറോപ്പിലെയും തെക്കേ അമേരിക്കയിലും രാജ്യങ്ങൾ മാറി മാറി ലോകകപ്പ് നടത്തണമെന്നതായിരുന്നു ഫിഫയുടെ പുതിയ നിയമം. ഇത്തവണ ലോകകപ്പ് കളിക്കാൻ വലിയ തിരക്കായിരുന്നു. മത്സരങ്ങളുടെ ഡിമാൻഡ് അങ്ങ് വല്ലാതെ കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി യോഗ്യതാ മത്സരങ്ങൾ, ക്വാളിഫയിങ് റൗണ്ട്സ് നടത്തേണ്ടി വന്നു. അവസാനം 16 ടീമുകൾ മെയിൻ റൗണ്ടിലെത്തി. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു പ്രതികാരം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായി ഉറുഗ്വേയിൽ വെച്ച് ലോകകപ്പ് നടത്തിയപ്പോൾ വരാൻ മടിച്ച കുറേ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടെന്ന്. അവർക്ക് കടുപ്പത്തിൽ ഒരു പണി കൊടുക്കാൻ തന്നെ ഉറുഗ്വേ തീരുമാനിച്ചു. അവർ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഇത്തവണ നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുമില്ല. അങ്ങനെ പ്രതികാരമായി
1934 ഇറ്റലി ലോകകപ്പ് ഉറുഗ്വേ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ തൊട്ടുമുൻപ് കപ്പടിച്ച ടീം ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് അടുത്ത ലോകകപ്പ് കളിക്കാതിരിക്കുന്ന ഒരേ ഒരു സംഭവം ഇതാണ്. ഇതേ ടൂർണമെന്റിലാണ് മറ്റൊരു ചരിത്രവും പിറന്നത്. ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായി ഒരു രാജ്യം ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടി, നമ്മുടെ ഈജിപ്ത്. ആദ്യ റൗണ്ടിൽ അവർ ഹംഗറിയോട് തോറ്റ് പുറത്തായെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു. ഒടുവിൽ ആവേശകരമായ ഫൈനലിൽ ചെക്കോസ്ലൊവാക്കിയ അധിക സമയത്ത് എക്സ്ട്രാ ടൈമിൽ 2-നെതിരെ 1 ഗോളിന് തകർത്ത് ഇറ്റലി സ്വന്തം നാട്ടിൽ വെച്ച് ആ കൊല്ലത്തെ കപ്പടിച്ചു. കഥ ഇവിടെയും തീർന്നില്ല. അടുത്ത ട്വിസ്റ്റ് 1938 ഫ്രാൻസിൽ വെച്ചായിരുന്നു. തുടർച്ചയായി 2 തവണ ടൂർണമെന്റ് യൂറോപ്പിൽ വെച്ച് നടത്തിയത് കൊണ്ട് ദേഷ്യം മൂത്ത് അർജന്റീനയും ഉറുഗ്വേയും ഇത്തവണ ഒരുമിച്ച് കളി ബഹിഷ്കരിച്ചു. അതിനിടയിലാണ് 2ാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത നിഴൽ വീഴുന്നത്. ഹിറ്റ്ലറുടെ ജർമ്മനി ഓസ്ട്രിയയെ കൈയടക്കിയതോടെ കളിക്കേണ്ടിയിരുന്ന 16 ടീമുകളിൽ നിന്ന് ഓസ്ട്രിയ പുറത്തായി. അങ്ങനെ വെറും 15 ടീമുകളുമായി ഫ്രാൻസ് ലോകകപ്പ് നടത്തേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1930 ഒന്നാമത്തെ ലോകകപ്പ് നടന്നു, 1934 രണ്ടാമത്തേത്, 1938 മൂന്നാമത്തേത്. അങ്ങനെ കൃത്യം 4 വർഷത്തെ ഇടവേളകളിൽ വളരെ ഭംഗിയായി നടന്നു പോവുകയായിരുന്നു ഫുട്ബോളിൻ്റെ ഈ വമ്പൻ ഉത്സവം. പക്ഷേ കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ആ ടൂർണമെൻറ്റിലേക്കാണ് 2ാം ലോക മഹായുദ്ധവുമായി ഹിറ്റ്ലർ കടന്നു വരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടെ രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നത് അസാധ്യമായി മാറി. അതോടെ 1938 ശേഷം പിന്നീട് നീണ്ട 12 വർഷത്തേക്ക് ലോകത്ത് ഒരു ഫുട്ബോൾ ലോകകപ്പ് പോലും നടന്നില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. ഒടുവിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1950 ബ്രസീലിലേക്ക് ഈ വണ്ടി കയറുമ്പോൾ ആരാധകർക്ക് ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥയായിരുന്നു. നമ്മൾ പലരും ചെറുപ്പം മുതലേ കേട്ടു വളർന്ന ഒരു കഥയുണ്ട്. ബൂട്ടിട്ട് കളിക്കാൻ പണമില്ലാത്തത് കൊണ്ട്, നഗ്നപാതരായി കളിക്കാൻ ഫിഫ സമ്മതിക്കാത്തത് കൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് വേണ്ടെന്ന് വെച്ചു എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ കേട്ടോളൂ, അതൊരു ഒന്നാന്തരം കള്ളക്കഥയാണ്. യഥാർത്ഥത്തിൽ അന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് ലോകകപ്പിനേക്കാൾ കൂടുതൽ താല്പര്യം ഒളിമ്പിക്സിനോടായിരുന്നു. പോരാത്തതിന് ബ്രസീലിലേക്കുള്ള ആ നീണ്ട കപ്പൽ യാത്രയുടെ പ്ലാനിംഗ് പാളിയതുമാണ് ഇന്ത്യയെ പിന്തിരിപ്പിച്ചത്. ഫിഫ വണ്ടിക്കൂലി തരാമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അങ്ങോട്ട് പോയില്ല. ആലോചിച്ച് നോക്കൂ, അന്ന് ഇന്ത്യ അവിടെ പോയി ബൂട്ട് കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഈ കഥയൊന്നുമല്ല അക്കാലത്തെ ഏറ്റവും വലിയ ഞെട്ടൽ. യഥാർത്ഥ ടെസ്റ്റ് ബ്രസീലിലാണ് കാത്തിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം രാജ്യം, സ്വന്തം നാട്. അന്ന് ഇന്നത്തെ പോലെ ഒരൊറ്റ ഫൈനൽ മത്സരം ജയിക്കുന്നവർക്ക് കപ്പ് കൊടുക്കുന്ന രീതി ആയിരുന്നില്ല കേട്ടോ. പകരം അവസാന റൗണ്ടിലെ പോയിന്റ് നില നോക്കിയാണ് ലോകകപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് പട്ടികയിൽ ബ്രസീലായിരുന്നു ഏറ്റവും മുന്നിൽ. അവർക്ക് ആ അവസാന മത്സരത്തിൽ ജയിച്ചില്ലെങ്കിലും കളി വെറുതെ ഒരു സമനില ഡ്രോ ആയാൽ പോലും സുഖമായി കപ്പടിക്കാമായിരുന്നു. സ്റ്റേഡിയത്തിലാണെങ്കിൽ ഒരൊറ്റ കസേര പോലും ബാക്കിയില്ലാതെ 1,73,000-ത്തിലധികം മനുഷ്യർ ബ്രസീലിൻ്റെ കൊടിയും പിടിച്ച് ഇരമ്പിക്കൂടി നിൽക്കുകയാണ്. തോൽക്കില്ലെന്ന് ഉറപ്പുള്ള വെറുമൊരു സമനില മാത്രം മതിയെന്ന കളിയിൽ ബ്രസീൽ തകരുമെന്ന് ലോകത്ത് ആരെങ്കിലും വിചാരിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അവിടെയാണ് ഫുട്ബോൾ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ആ മഹാദുരന്തം നടന്നത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഉറുഗ്വേ വന്ന് ബ്രസീലിൻ്റെ വലയിലേക്ക് 2 ഗോളുകൾ അങ്ങ് അടിച്ചു കയറ്റി. 1.5 ലക്ഷത്തിലധികം ആളുകളെ സാക്ഷി നിർത്തി ബ്രസീൽ സ്വന്തം മണ്ണിൽ 2-നെതിരെ 1 ഗോളിന് തോറ്റ് തുന്നം പാടി. അതുവരെ സിന്ദാബാദ് വിളിച്ച സ്റ്റേഡിയം ഒരൊറ്റ നിമിഷം കൊണ്ട് കല്ലറ പോലെ നിശബ്ദമായി. മാരക്കാനാസോ എന്നറിയപ്പെടുന്ന ഈ തോൽവി താങ്ങാനാവാതെ അന്ന് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ പല ആരാധകരും ജീവനൊടുക്കി എന്നതാണ് ചരിത്രം പറയുന്നത്. ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ണീർ കടലായി മാറി. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ തോൽവി. അതിനുശേഷം 1954 സ്വിറ്റ്സർലൻഡിൽ വെച്ച് വേറൊരു ലോകകപ്പ് നടന്നു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പായിരുന്നു അത്. അതിൽ ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും തമ്മിൽ നടന്ന ഒരു മത്സരമുണ്ട്. ആ ഒരൊറ്റ കളിയിൽ മാത്രം 2 ടീമുകളും കൂടി അടിച്ചു കൂട്ടിയത് എത്ര ഗോളാണെന്നറിയാമോ? കൃത്യം 12 ഗോളുകൾ. അങ്ങനെ 7 ഗോളുകൾക്ക് 7-5 സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് ഓസ്ട്രിയ അന്ന് ജയിച്ചു കയറി. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗോളുകൾ അടിച്ചുകൂട്ടിയ ആരാധകരെ ഞെട്ടിച്ച ഈ 2 ടീമുകളും പിന്നീട് കളിയിൽ തോറ്റ് ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിപ്പോയി. അങ്ങനെ അവരൊക്കെ പുറത്തായ ആ വേദിയിലേക്ക് അക്കാലത്ത് ലോകത്ത് ഒരൊറ്റ കളി പോലും തോറ്റിട്ടില്ലാത്ത, ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള സാക്ഷാൽ ഹംഗറി ടീം ഫൈനലിലേക്ക് കുതിച്ചെത്തി.
പക്ഷേ ഫൈനലിൽ അവരെ കാത്തിരുന്നത് വലിയൊരു അട്ടിമറിയായിരുന്നു. 2 ഗോളുകൾക്ക് പുറകിൽ നിന്ന ശേഷം വിസ്മയകരമായി തിരിച്ചടിച്ച് ഹംഗറിയെ 3-2 തോൽപ്പിച്ച് പശ്ചിമ ജർമ്മനി ആ കൊല്ലത്തെ കപ്പങ്ങ് കൊണ്ടുപോയി. ജർമ്മൻകാർ ഈ വിജയത്തെ ഇന്നും വിളിക്കുന്നത് ദ മിറാക്കിൾ ഓഫ് ബേൺ എന്നാണ്. പക്ഷെ ലോകകപ്പിന്റെ സുരഭിലമായ കാലം തുടങ്ങുന്നത് 1958 കാരണം അവിടെയായിരുന്നു ആ 17 വയസ്സുകാരൻ ചെക്കൻ്റെ എൻട്രി. കറുത്തമുത്ത് സാക്ഷാൽ പെലെ. നോക്കൌട്ട് മത്സരങ്ങളിൽ തകർപ്പൻ ഗോളുകൾ അടിച്ചു കൂട്ടിയ പെലെ ഫൈനലിൽ സ്വീഡനെതിരെ മാത്രം 2 ഗോൾ വാരിക്കൂട്ടി ബ്രസീലിന് അവരുടെ ആദ്യത്തെ ലോകകപ്പ് നേടിക്കൊടുത്തു. പ്ലെയറായും പിന്നീട് കോച്ചായും വേൾഡ് കപ്പ് അടിച്ച മരിയോ സാഗാലോയും അന്ന് പെലെയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതേ ടൂർണമെൻറ്റിലാണ് ഫ്രാൻസിൻ്റെ ജസ്റ്റ് ഫോണ്ടെയിൻ ഒരൊറ്റ വേൾഡ് കപ്പിൽ 13 ഗോളുകൾ അടിച്ച് ഇന്നുവരെ ആർക്കും തകർക്കാൻ പറ്റാത്ത ആ വമ്പൻ റെക്കോർഡ് ഇട്ടത്. അതിനുശേഷമുള്ള വർഷങ്ങളിലും ഫുട്ബോൾ ലോകത്ത് പല അത്ഭുതങ്ങളും നടന്നു കേട്ടു. 1962 പെലെയുടെ ബ്രസീൽ തന്നെ വീണ്ടും കപ്പടിച്ചു. പക്ഷേ 1966 ഇംഗ്ലണ്ടിൽ വെച്ച് ലോകകപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് ആ സ്വർണ്ണക്കപ്പ് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. രാജ്യാന്തര പോലീസ് മുഴുവൻ തിരഞ്ഞിട്ടും കിട്ടാത്ത ആ കപ്പ് അവസാനം പീക്ലസ് എന്ന് പേരുള്ള ഒരു കൊച്ചു പട്ടി മണം പിടിച്ച് കണ്ടുപിടിച്ചതാണ് ആ കൊല്ലത്തെ വലിയ കോമഡി. ആ വർഷം സ്വന്തം നാട്ടിൽ വെച്ച് ഇംഗ്ലണ്ട് ആദ്യമായി ചാമ്പ്യന്മാരാവുകയും ചെയ്തു. പിന്നീട് 1970 പെലെയുടെ കരുത്തിൽ ബ്രസീൽ 3ാം തവണയും കപ്പടിച്ചു. 74 78 പശ്ചിമ ജർമ്മനിയും അർജന്റീനയും ജേതാക്കളായപ്പോൾ 1982 ഇറ്റലി തങ്ങളുടെ 3ാം കിരീടം സ്വന്തമാക്കി. പക്ഷേ 1986 ലോകകപ്പ് സാക്ഷാൽ ഡീഗോ മറഡോണ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിനെതിരായുള്ള ആ കളിയിൽ മറഡോണ കാണിച്ച 2 മാജിക്കുകൾ ഫുട്ബോൾ ഉള്ള കാലത്തോളം ആരും മറക്കില്ല. അതിലൊന്ന് റഫറിയുടെ കണ്ണ് വെട്ടിച്ച് മറഡോണ തൻ്റെ കൈകൊണ്ട് തട്ടിയിട്ട ഒരു ഗോളായിരുന്നു. ഫുട്ബോളിൽ കൈ തട്ടിയാൽ ഫൗളാണല്ലോ, പക്ഷേ അന്ന് റഫറി അത് കണ്ടില്ല. മറഡോണ പിന്നീട് അതിനെ വിളിച്ചത് ദൈവത്തിൻ്റെ കൈകൊണ്ട് വീണ ഗോൾ, ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ്. എന്നാൽ ആ കള്ളഗോളിൻ്റെ ചീത്തപ്പേര് മാറ്റാൻ എന്നോളം തൊട്ടടുത്ത മിനിറ്റുകളിൽ മറഡോണ വേറൊരു അത്ഭുതം കാണിച്ചു. ഇംഗ്ലണ്ടിൻ്റെ 5-6 കളിക്കാരെയും ഗോൾ കീപ്പറെയും ഒറ്റയ്ക്ക് വെട്ടിച്ചോടി ഗ്രൗണ്ടിൻ്റെ പകുതിയിൽ നിന്ന് പായിച്ച ഒരു സൂപ്പർ ഗോൾ. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ആ ഒരൊറ്റ ടൂർണമെൻറ്റിൽ അർജന്റീന ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് കപ്പിലേക്ക് എത്തിച്ചത് മറഡോണയുടെ ഈ തകർപ്പൻ കളിയായിരുന്നു. അങ്ങനെ ചരിത്ര നിമിഷങ്ങൾ ഒരുപാട് നിറഞ്ഞ വേദിയിലേക്കാണ് 1990 ലോകകപ്പ് കടന്നു വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ നാണം കെടുത്തിയ ചില വമ്പൻ ചതികളെക്കുറിച്ചാണ്. 1990 ഇറ്റലി ലോകകപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ടിൽ ചിലിയും ബ്രസീലും തമ്മിൽ കളിക്കുകയാണ്. ബ്രസീൽ 1-ന് മുന്നിൽ നിൽക്കുമ്പോൾ ബ്രസീലിയൻ ഗാലറിയിൽ നിന്ന് ആരോ ഒരു പടക്കം പ്ലെയർ ചിലി ഗോൾ കീപ്പർ റോബർട്ടോ റോഹാസിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു. അടുത്ത സെക്കൻഡിൽ കണ്ടത് റോഹാസ് ചോരയൊലിപ്പിച്ച് വീഴുന്നതാണ്. ബ്രസീലിനെ കളിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി റോഹാസ് തൻ്റെ ഗ്ലൗസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് സ്വന്തം നെറ്റി സ്വയം കീറിയതായിരുന്നു അത്. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ കണ്ണിൽ ഈ ചതി കുടുങ്ങി. അതോടെ റോഹാസിന് ഫിഫ ആജീവനാന്ത വിലക്ക് നൽകി. എന്നാൽ സുഹൃത്തുക്കളെ, ചതിയുടെയും നാണക്കേടിൻ്റെയും ആ അധ്യായം അവിടെയും തീർന്നില്ല. ഇതിനേക്കാൾ വലിയൊരു ട്രാജഡിയാണ് തൊട്ടടുത്ത ലോകകപ്പിൽ. അതായത് 1994 അമേരിക്കൻ ലോകകപ്പിൽ ആരാധകരെ കാത്തിരുന്നത്. അർജന്റീനയുടെ ജീവനായ മറഡോണ ഡ്രഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ട് നാണം കെട്ട് പുറത്തായ ലോകകപ്പ്. റഷ്യയുടെ ഒലഗ് സാലങ്കോ ഒരൊറ്റ മാച്ചിൽ 5 ഗോൾ അടിച്ചതും 42-ാം വയസ്സിൽ കാമറൂണിൻ്റെ റോജർ മില്ല ഗോൾ അടിച്ച് റെക്കോർഡിട്ടതും ഇതേ ടൂർണമെൻറ്റിലാണ്. ഫൈനലിൽ ബ്രസീലും ഇറ്റലിയും മുട്ടിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു. ഒടുവിൽ ബ്രസീൽ 4ാം തവണയും ചാമ്പ്യന്മാരായി. പക്ഷേ ഈ ലോകകപ്പ് ഓർമ്മിക്കപ്പെടുന്നത് കൊളംബിയൻ ക്യാപ്റ്റൻ ആന്ദ്രേസ് എസ്കോബാറിൻ്റെ ചോരയുടെ പേരിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരായുള്ള കളിയിൽ എസ്കോബാറിൻ്റെ കാലിൽ തട്ടി ഒരു ഓൺ ഗോൾ വീണു. അതോടെ കൊളംബിയ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. നാട്ടിൽ തിരിച്ചെത്തിയ എസ്കോബാറിനെ ഒരു നൈറ്റ് ക്ലബിന് പുറത്ത് വെച്ച് ഗുണ്ടകൾ വെടിവെച്ചു കൊന്നു. ഓരോ വെടിയുണ്ട ഉതിർക്കുമ്പോഴും അവർ ഗോൾ എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ബെറ്റിംഗ് മാഫിയയാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്.
ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ഇത് മാറി. തൊട്ടടുത്ത തവണ, അതായത് 1998 കളി ഫ്രാൻസിലേക്കെത്തി. ഫിഫ ടീമുകളുടെ എണ്ണം 24-ൽ നിന്നും 32-ആയി ഉയർത്തിയത് ഇത്തവണയാണ്. ഫൈനലിൽ ഏറ്റുമുട്ടിയത് സിനദിൻ സിദാൻ്റെ ഫ്രാൻസും സാഷാ റൊണാൾഡോ നസാരിയയുടെ ബ്രസീലും. പക്ഷേ ഫൈനൽ തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ ഉള്ളപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബ്രസീൽ ക്യാമ്പിൽ നിന്ന് ആ വാർത്ത വന്നു. റൊണാൾഡോയ്ക്ക് എന്തോ ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതയും ഫിറ്റ്സും വന്നു എന്ന്. ആദ്യ ലൈനപ്പിൽ ഇല്ലാതിരുന്ന റൊണാൾഡോയെ അവസാന നിമിഷം കളിപ്പിച്ചു. പക്ഷേ ഗ്രൗണ്ടിൽ റൊണാൾഡോ പൂർണ്ണമായും നിഷ്പ്രഭനായിരുന്നു. നേരെ മറിച്ച് സിദാൻ തൻ്റെ തലകൊണ്ട് 2 ഗംഭീര ഗോളുകൾ നേടി ഫ്രാൻസിന് അവരുടെ ആദ്യത്തെ ലോകകപ്പ് നേടിക്കൊടുത്തു. അന്ന് പ്ലെയറായിരുന്ന ദിദിയർ ദഷാംസ് പിന്നീട് 2018-ൽ ഫ്രാൻസിൻ്റെ കോച്ചായും കപ്പടിച്ചു. അങ്ങനെ നാടകീയമായ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ഫുട്ബോൾ ലോകകപ്പ് ആദ്യമായി ഏഷ്യൻ മണ്ണിലേക്ക് വണ്ടി കയറാൻ ഒരുങ്ങുകയായിരുന്നു. 2002-ൽ ജപ്പാനും സൗത്ത് കൊറിയയും ചേർന്നൊരുക്കിയ ആ മാന്ത്രിക ലോകകപ്പിലേക്ക്. 98-ലെ ആ കടുത്ത നിരാശയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ, സാക്ഷാൽ റൊണാൾഡോ നസാരിയയുടെ ഒരു വമ്പൻ തിരിച്ചുവരവായിരുന്നു 2002 ഏഷ്യൻ ലോകകപ്പ്. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ. ഫുട്ബോൾ ലോകം ഇവരെ ഭയത്തോടെ വിളിച്ചു ഇത് 3 Rs. ഈ 3 പേരും ചേർന്ന് അന്ന് ഗ്രൗണ്ടിൽ തീ പടർത്തുകയായിരുന്നു. ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ബ്രസീൽ 5ാം തവണയും ലോക കിരീടം ചൂടി. ആ 2 ഗോളുകളും അടിച്ചത് മറ്റാരുമല്ല, റൊണാൾഡോ തന്നെയായിരുന്നു. ആ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററും അവനായിരുന്നു. പക്ഷേ ഫൈനലിൽ തോറ്റിട്ടും ജർമ്മനിയുടെ ഗോൾ കീപ്പർ ഒലിവർ കാൻ ചരിത്രം കുറിച്ചു. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഗോൾ കീപ്പർ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് അന്നായിരുന്നു. ഇതേ ലോകകപ്പിലാണ് റെഫറിമാരുടെ ചില വിവാദ തീരുമാനങ്ങളുടെ അകമ്പടിയോടെ ആണെങ്കിലും സൗത്ത് കൊറിയ സെമി ഫൈനൽ വരെ എത്തി ഏഷ്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കൊയ്തത്. അടുത്ത കളി 2006-ൽ ജർമ്മനിയിൽ വെച്ചായിരുന്നു. റൊണാൾഡോ നസാരിയോ തൻ്റെ 15ാമത്തെ വേൾഡ് കപ്പ് ഗോളും അടിച്ച് അക്കാലത്തെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. പിന്നീട് ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ 16 ഗോളുകളോടെ ഈ റെക്കോർഡ് തിരുത്തി എഴുതി. കേട്ടോ, ഈ ടൂർണമെൻറ്റ് ഓർമ്മിക്കപ്പെടുന്നത് കളിക്കാരുടെ കടുത്ത അഗ്രഷൻ്റെ പേരിലാണ്. റെഫറിമാർ മഞ്ഞ കാർഡുകൾ എടുത്തുമടുത്ത ലോകകപ്പ്. ഇതിലേറ്റവും ഫേമസ് ആയ മാച്ചാണ് പോർച്ചുഗലും നെതർലൻഡും തമ്മിൽ നടന്നത്. ഇന്ന് ഫുട്ബോൾ ലോകം ഇതിനെ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ന്യൂറംബെർഗ് എന്നാണ്. കളിയിലുടനീളം റെഫറി എടുത്തത് 16 മഞ്ഞ കാർഡും 4 ചുവപ്പ് കാർഡുമാണ്. ഗ്രൗണ്ട് ഒരു യുദ്ധക്കളമായി മാറിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറമേ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു പുതിയ സുവർണ യുഗത്തിന് ഇവിടെ തുടക്കമാവുകയായിരുന്നു. അന്ന് 2 പയ്യന്മാർ തങ്ങളുടെ ആദ്യ ലോകകപ്പ് കളിക്കാൻ ബൂട്ട് കെട്ടിയിറങ്ങി. മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. പക്ഷേ 2006 ലോകകപ്പ് ഫൈനലിൽ നടന്നത് ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് ആയിരുന്നു. ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള ഫൈനൽ. ഫ്രഞ്ച് താരം സിനദിൻ സിദാൻ്റെ കരിയറിലെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം. കളി തുടങ്ങി 7ാം മിനിറ്റിൽ തന്നെ ഒരു മാന്ത്രിക പെനാൽറ്റിയിലൂടെ സിദാൻ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. എന്നാൽ എക്സ്ട്രാ ടൈമിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടന്നു. ഇറ്റാലിയൻ ഡിഫൻഡർ മാർക്കോ മറ്റരാസി സിദാനെ നോക്കി എന്തോ മോശം വാക്കു പറഞ്ഞു. ദേഷ്യം സഹിക്കാനാവാതെ തിരിഞ്ഞു നടന്ന സിദാൻ മറ്റരാസിയുടെ നെഞ്ചിലേക്ക് തൻ്റെ തല കൊണ്ട് ഒറ്റയിടി. റെഫറി ഉടനെ തന്നെ സിദാന് ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മത്സരത്തിൽ ആ ലോകകപ്പ് ട്രോഫിയുടെ തൊട്ടരികിലൂടെ സിദാൻ തല താഴ്ത്തി നടന്നു പോകുന്ന ആ കാഴ്ച ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലി തങ്ങളുടെ 4ാം ലോകകപ്പ് സ്വന്തമാക്കി. കൗതുകകരമായ കാര്യം എന്തെന്നാൽ ചുവപ്പ് കാർഡ് കിട്ടി പുറത്തായിട്ടും ആ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സിദാന് തന്നെയാണ് ഫിഫ നൽകിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് 2010-ലേക്കാണ്. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് മത്സരങ്ങൾ ഒരു ആഫ്രിക്കൻ നാട്ടിലേക്ക് വണ്ടി കയറി. അതാണ് സൗത്ത് ആഫ്രിക്ക. അക്കൊല്ലം TV-യിൽ കളി കാണുമ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് കേട്ടിരുന്ന ആ വുവൂസേല എന്ന നീളമുള്ള പീപ്പികളുടെ വമ്പൻ ശബ്ദം ഇന്നും നമ്മുടെയൊക്കെ കാതുകളിൽ ഉണ്ടാകും. അക്കാലത്ത് പന്ത് ഒരൊറ്റ നിമിഷം പോലും എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതെ ചെറിയ ചെറിയ പാസുകൾ നൽകി മാന്ത്രികമായി കളിക്കുന്ന ടിക്കി ടാക്ക എന്നൊരു തകർപ്പൻ ശൈലി ഉണ്ടായിരുന്നു. ഈ അടവ് വെച്ച് ലോക ഫുട്ബോളിനെ മുഴുവൻ വിറപ്പിച്ച സ്പെയിൻ ടീമിൻ്റെ സുവർണ കാലമായിരുന്നു അത്. അങ്ങനെ സ്പെയിനും നെതർലൻഡും തമ്മിൽ ഫൈനലിൽ മുട്ടി. നെതർലൻഡ് കളിക്കാരുടെ കടുത്ത ഫൗളുകളും അടികളും കാരണം സ്പെയിൻ ശരിക്കും ബുദ്ധിമുട്ടി. സാധാരണ കളിക്കുന്ന 90 മിനിറ്റ് കഴിഞ്ഞിട്ടും 2 ടീമിനും ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. അതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അവിടെയും കളി തീരാൻ വെറും 4 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിൻ്റെ
116-ാമത്തെ മിനിറ്റിൽ സാഷാൽ ആന്ദ്രേസ് ഇനിയേസ്റ്റ പാഞ്ഞു ചെന്ന് ഒരു വെടിയുണ്ട പോലെയുള്ള ഗോൾ അങ്ങ് അടിച്ചു കയറ്റി. നെതർലൻഡിൻ്റെ നെഞ്ച് തകർത്ത ആ ഒരൊറ്റ ഗോൾ സ്പെയിനിന് ചരിത്രത്തിൽ ആദ്യമായി ആ സ്വർണ്ണക്കപ്പ് നേടിക്കൊടുത്തു. പക്ഷേ സുഹൃത്തുക്കളെ, ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശം നിറഞ്ഞ ചരിത്രം ഇവിടെയൊന്നും തീരുന്നില്ല. ഇതിനുശേഷമാണ് ജർമ്മനി വന്ന് ബ്രസീലിനെ അവരുടെ സ്വന്തം നാട്ടിലിട്ട് തച്ചുടച്ച ആ വമ്പൻ മത്സരവും പിന്നീട് ഫ്രാൻസ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച കഥയും നടക്കുന്നത്. അതിനൊക്കെ അപ്പുറമേ ഒടുവിൽ സാക്ഷാ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മലാഗ ചരിത്രം മുഴുവൻ തിരുത്തിക്കുറിച്ച് ആ ഖത്തറിൻ്റെ മണ്ണിൽ കിരീടം ചൂടിയ കഥയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നിർബന്ധമായും അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ വർഷം, അതായത് 2026 വരാനിരിക്കുന്ന ലോകകപ്പിലെ വിപ്ലവകരമായ വമ്പൻ മാറ്റങ്ങളും. അപ്പോൾ ആ ആവേശകഥകളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കണേ. അങ്ങനെ 2010 ലോകകപ്പ് ഫൈനലിൽ തോറ്റതോടെ നെതർലാൻഡ് ടീമിൻ്റെ പേരിൽ ലോകത്തെ ഏറ്റവും സങ്കടകരമായ ഒരു റെക്കോർഡ് കൂടി വീണു. ചരിത്രത്തിൽ 3 തവണ ഫൈനൽ വരെ എത്തിയിട്ടും ഒരൊറ്റ തവണ പോലും ആ സ്വർണ്ണക്കപ്പ് തൊടാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമായി അവർ മാറി. ഇതേ ടൂർണമെൻറ്റിലാണ് നോർത്ത് കൊറിയൻ ടീമും വലിയ തോൽവികൾ വാങ്ങി നാണം കെട്ടത്. ലോകകപ്പ് ചരിത്രത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 16 ഗോളുകൾ വാങ്ങിക്കൂട്ടിയ ആ മോശം റെക്കോർഡ് 1954 അവരുടെ അയൽക്കാരായ സൗത്ത് കൊറിയയുടെ പേരിലായിരുന്നു കേട്ടോ. അത് അവരങ്ങ് തിരുത്തി ഈ വർഷം. പക്ഷേ സുഹൃത്തുക്കളെ, ഇവരെയൊക്കെക്കാൾ അക്കൊല്ലത്തെ ലോകകപ്പിലെ യഥാർത്ഥ വില്ലൻ ആരായിരുന്നു എന്നറിയാമോ? കളിക്കാരോ റെഫറിയോ ഒന്നുമല്ല, അതൊരു ഫുട്ബോളായിരുന്നു. അതാണ് ജബുലാനി. ഫിഫ പ്രത്യേകം ഉണ്ടാക്കിയ ഈ പന്തിൻ്റെ പോക്ക് കണ്ടാൽ കാറ്റടിച്ച് പറക്കുന്ന പ്ലാസ്റ്റിക് പന്ത് പോലെയായിരുന്നു. അടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് വളഞ്ഞു തിരിഞ്ഞു പോവുകയെന്ന് പ്രവചിക്കാൻ ലോകത്തിലെ വമ്പൻ ഗോൾ കീപ്പർമാർക്ക് പോലും കഴിഞ്ഞില്ല. പല ഗോൾ കീപ്പർമാരും കളി കഴിഞ്ഞ് ഈ പന്തിനെ പരസ്യമായി തെറിവിളിച്ചു. പക്ഷേ പന്ത് വായുവിൽ പാറിപ്പറന്ന് പോകുന്ന ആ കാഴ്ച TV-യിൽ കണ്ട നമുക്കൊക്കെ വലിയൊരു വിരുന്നായിരുന്നു. ജബുലാനി പന്തിൻ്റെ ഈ കൗതുകം അവിടെ തീർന്നു. ഇനി നമ്മൾ പോകുന്നത് 2014 ബ്രസീൽ ലോകകപ്പിലേക്കാണ്. സ്വന്തം നാട്ടിൽ കളി നടക്കുന്നത് കൊണ്ട് ബ്രസീൽ ആരാധകർ വലിയ ആഘോഷത്തിലായിരുന്നു. കളിയിലെ തർക്കങ്ങളും മറ്റും ഒഴിവാക്കാൻ വേണ്ടി ഫിഫ 2014 ബ്രസീൽ ലോകകപ്പിൽ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. ഗോൾ ലൈൻ ടെക്നോളജി. പന്ത് ഗോൾ ലൈൻ പൂർണ്ണമായും കടന്നോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയാൻ ഇത് റെഫറിമാരെ സഹായിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറമേ അക്കൊല്ലം ഫുട്ബോൾ ലോകം കാത്തിരുന്നത് ഒരൊറ്റ സുൽത്താൻ്റെ വരവിനായിരുന്നു, സാക്ഷാൽ നെയ്മർ ജൂനിയർ. അതെ, 2014 നെയ്മർ തൻ്റെ കരിയറിലെ ആദ്യത്തെ ലോകകപ്പ് കളിക്കാൻ ബൂട്ട് കെട്ടുന്നത്. സാക്ഷാൽ പെലെയ്ക്ക് ശേഷം ബ്രസീലിൻ്റെ ആ ഐതിഹാസികമായ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഒരു രാജ്യം മുഴുവൻ നെഞ്ചിലേറ്റിയ പ്രതീക്ഷകളുടെ ഭാരവും പേറിയാണ് ആ 22 വയസ്സുകാരൻ ചെക്കൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഗ്രൗണ്ടിൽ മാന്ത്രികമായ ഡ്രിബിളിങ്ങിലൂടെയും തകർപ്പൻ ഗോളുകളിലൂടെയും നെയ്മർ ബ്രസീലിനെ മുന്നിൽ നിന്ന് നയിച്ചു. പക്ഷേ ബ്രസീലിനെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കെതിരായുള്ള മത്സരത്തിൽ എതിരാളികളുടെ കടുത്തൊരു ഫൗളിൽ നെയ്മറിൻ്റെ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. ചോരയും നീരും നൽകി കപ്പടിക്കാൻ വന്ന തങ്ങളുടെ രാജകുമാരൻ സ്ട്രക്ചറിൽ കിടന്ന് കണ്ണീരൊഴുക്കി പുറത്തു പോകുന്നത് കണ്ട് ബ്രസീൽ ആരാധകർ അന്ന് തകർന്നുപോയി. നെയ്മർ എന്ന തങ്ങളുടെ വജ്രായുധം നഷ്ടപ്പെട്ടതോടെ ബ്രസീൽ ക്യാമ്പ് പൂർണ്ണമായും ഉലഞ്ഞു. അതിൻ്റെ ഫലമായിരുന്നു തൊട്ടടുത്ത കളിയിൽ ലോകം കണ്ടത്. സെമി ഫൈനലിൽ ജർമ്മനി വന്ന് ബ്രസീലിനെ ഇങ്ങനെ ഇട്ട് തല്ലുമെന്ന് ലോകത്താരും കരുതിയില്ല. നെയ്മറില്ലാത്ത ബ്രസീൽ നിരയെ 1-7 ഗോളുകൾക്കാണ് ജർമ്മനി അന്ന് തച്ചുടച്ചത്. മിനൈറാസോ എന്നറിയപ്പെടുന്ന ഈ വൻ ദുരന്തം ഇന്നും ഒരു ബ്രസീൽ ആരാധകന് മറക്കാൻ കഴിയില്ല. ഈ മത്സരത്തിലാണ് ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ തൻ്റെ 16-ാമത്തെ വേൾഡ് കപ്പ് ഗോളും നേടി റൊണാൾഡോ നസാരിയയുടെ റെക്കോർഡ് തകർത്തത്. ബ്രസീലിനെ തകർത്ത് ഫൈനലിൽ എത്തിയ ജർമ്മനിയുടെ മുന്നിൽപ്പെട്ടത് മെസ്സിയുടെ അർജന്റീനയായിരുന്നു. ലോകമെമ്പാടുമുള്ള മെസ്സി ആരാധകർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നിമിഷം. കളി 90 മിനിറ്റിലും തീരാതെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് കരുതിയ നിമിഷം 113-ാം മിനിറ്റിൽ ജർമ്മനിയുടെ മരിയോ ഗോഡ്സെ നേടിയ ആ ഒരൊറ്റ ഗോൾ ലയണൽ മെസ്സിയുടെയും കോടിക്കണക്കിന് അർജന്റീന ആരാധകരുടെയും നെഞ്ചു തകർത്തു കളഞ്ഞു. അന്ന് ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ വാങ്ങി ആ ലോകകപ്പ് ട്രോഫിയെ നോക്കി സങ്കടത്തോടെ മെസ്സി നടന്നുപോയ ആ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിങ്ങലാണ്.
ഇതേ ടൂർണമെന്റിലാണ് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയർ ഗോൾഡൻ ഗ്ലൗവും കൊളംബിയയുടെ പുതിയ താരം ജെയിംസ് റോഡ്രിഗസ് ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയത്. അവിടെ നിന്ന് 4 വർഷങ്ങൾക്ക് ശേഷം കളി നേരെ റഷ്യയിലേക്ക്. 2018 ലോകകപ്പ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ടീം സെമി ഫൈനൽ വരെ എത്തി. ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന് പാടി ആരാധകരെ ആവേശത്തിലാക്കിയ ടൂർണമെന്റ്. ഹാരി കെയ്ൻ ടോപ്പ് സ്കോററായി ഗോൾഡൻ ബൂട്ട് ഒക്കെ വാങ്ങിയെങ്കിലും സെമിയിൽ അവരെ തകർത്ത് ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ഇതേ വേൾഡ് കപ്പിലാണ് ഈജിപ്തിന്റെ ഗോൾ കീപ്പർ എസ്ലാം എൽ ഹദാരി തന്റെ 45-ാം വയസ്സിൽ കളത്തിലിറങ്ങി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് ഇട്ടത്. പക്ഷേ 2018 ഓർമ്മിക്കപ്പെടുക മറ്റൊരു വിപ്ലവത്തിന്റെ പേരിലാണ്. വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റെഫറി. പെനാൽറ്റികളുടെ എണ്ണം കുത്തനെ കൂട്ടിയ ഈ ടെക്നോളജി ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഇന്നും വലിയൊരു ചർച്ചാ വിഷയമാണ്. ഫൈനലിൽ വമ്പന്മാരായ ഫ്രാൻസിനെതിരെ ഒരു അത്ഭുത കഥയുമായിട്ടാണ് ക്രൊയേഷ്യ ഇറങ്ങിയത്. ലോകത്തിൻ്റെ മുഴുവൻ കയ്യടിയും ലൂക്ക മോഡ്രിച്ചും സംഘവും വാങ്ങിയെങ്കിലും ക്ലൈമാക്സിൽ ഫ്രാൻസ് അവരെ 4-2 തകർത്ത് തങ്ങളുടെ 2ാമത്തെ ലോക കിരീടം ചൂടി. കൃത്യം 20 വർഷങ്ങൾക്ക് മുൻപ് 1998 ഫ്രാൻസിൻ്റെ പ്ലെയറായി കപ്പടിച്ച ദിദിയർ ദഷാംസ് ഇത്തവണ അവരുടെ കോച്ചായി വന്ന് ചരിത്ര റെക്കോർഡിട്ടു. പക്ഷേ ഇതിനൊക്കെ അപ്പുറമേ ഈ ടൂർണമെൻ്റ് ലോകത്തിന് ഒരു പുതിയ രാജകുമാരനെ സമ്മാനിച്ചു. മറ്റാരുമല്ല, കിലിയൻ എംബാപ്പെ. തൻ്റെ വേഗതയും ഗോളടി മികവും കൊണ്ട് വരും ദശകങ്ങളിൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ പോകുന്ന വജ്രായുധമാണ് താനെന്ന് എംബാപ്പെ അവിടെ തെളിയിക്കുകയായിരുന്നു. റഷ്യയിൽ ഫ്രാൻസ് മുത്തമിട്ടെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആ അത്ഭുതം നടക്കാൻ പോകുന്നത് ഇതിനടുത്ത തവണയായിരുന്നു. മരുഭൂമിയിലെ ആ മാന്ത്രിക മണ്ണിൽ സാക്ഷാ ലയണൽ മെസ്സിയുടെ സിംഹാസന ആരോഹണം. ആ ഖത്തറിൻ്റെ മണ്ണിലേക്ക് ഫുട്ബോൾ വണ്ടി കയറുന്നതിന് മുൻപ് തന്നെ അവിടെ വലിയൊരു ചരിത്രം കുറിക്കപ്പെട്ടിരുന്നു. അതേ സുഹൃത്തുക്കളെ, പന്തുരുളുന്നതിന് മുൻപ് തന്നെ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു 2022 ആ ഖത്തർ ലോകകപ്പ്. മിഡിൽ ഈസ്റ്റിൽ, അതായത് ഒരു അറബ് മണ്ണിൽ നടന്ന ആദ്യത്തെ ലോകകപ്പ്. ഖത്തറിലെ കടുത്ത വേനൽ ചൂട് കാരണം ജൂൺ ജൂലൈ മാസങ്ങളിലെ പതിവ് ഷെഡ്യൂൾ മാറ്റി ചരിത്രത്തിൽ ആദ്യമായി കളി നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. വിമർശനങ്ങളും വിവാദങ്ങളും ഒരു വശത്ത് ഉണ്ടായെങ്കിലും കോടിക്കണക്കിന് രൂപ ഒഴുക്കി ഖത്തർ നിർമ്മിച്ച ആ അത്യാധുനിക സ്റ്റേഡിയങ്ങൾ വിഷ്വൽസിന്റെ കാര്യത്തിൽ ലോകത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഫുട്ബോൾ ലോകത്തെ 2 സിംഹങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയുടെയും 5ാമത്തെയും ഏറ്റവും നിർണായകവുമായ ലോകകപ്പ് കൂടിയായിരുന്നു അത്. ഇതിൽ റൊണാൾഡോ 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമെന്ന വമ്പൻ റെക്കോർഡ് ഇട്ടപ്പോൾ മെസ്സി തൻ്റെ കരിയറിലെ ആ ഒരൊറ്റ സ്വപ്നത്തിൻ്റെ പോരാട്ടത്തിലായിരുന്നു. ഒടുവിൽ ഫുട്ബോൾ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കണ്ട ഒരു ഫൈനലിലാണ് ലുസൈൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ 3-3 ത്രില്ലർ മത്സരം ഒരു ഹൃദയമിടിപ്പിൻ്റെ വേഗതയിലാണ് കടന്നുപോയത്. ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പെ ഫൈനലിൽ ഒരു മാന്ത്രിക ഹാട്രിക് നേടി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററായി ഗോൾഡൻ ബൂട്ട് വാങ്ങി ഞെട്ടിച്ചു. പക്ഷേ അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ ആ അവസാന സെക്കൻഡ് സേവും പെനാൽറ്റി ഷൂട്ടൌട്ടിലെ ആ മാന്ത്രിക പ്രകടനവും കളി അർജന്റീനയുടെ കൈകളിൽ എത്തിച്ചു. അവസാന പെനാൽറ്റിയും വലയിൽ ചെന്ന് തറച്ച ആ നിമിഷം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിച്ച ആ കാവ്യനീതി അവിടെ നടന്നു. സാക്ഷാ ലയണൽ മെസ്സി തൻ്റെ കരിയറിൽ ബാക്കി വെച്ച ആ ഒരേ ഒരു സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പൂർണ്ണമായ ഇതിഹാസ യാത്രയ്ക്ക് അവിടെ ശുഭപര്യവസാനമായി. സുഹൃത്തുക്കളെ, ഖത്തറോടെ ആ യുഗം കഴിഞ്ഞു. ഇനി ഫുട്ബോൾ ലോകകപ്പ് കാലൂന്നുന്നത് ഒരു പുതിയ സാമ്രാജ്യത്തിലേക്കാണ്. നമ്മൾ കാത്തിരിക്കുന്ന ഈ 2026 ലോകകപ്പ് നടക്കാൻ പോകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിൽ ചേർന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ്. കാരണം ഇത്തവണ വലിയൊരു റൂൾ മാറ്റമുണ്ട്. ഇനി മുതൽ 32 ടീമുകളല്ല, പകരം 48 രാജ്യങ്ങളാണ് ലോക രാജാക്കന്മാരാകാൻ വേണ്ടി ഏറ്റുമുട്ടാൻ പോകുന്നത്. ടീമുകളെ 12 ഗ്രൂപ്പുകളായി തിരിച്ച് കൂടുതൽ മത്സരങ്ങളോടെ ഒരു വമ്പൻ നോക്കൌട്ട് പൂരം തന്നെയാണ് ഫിഫ ഇത്തവണ ഒരുക്കുന്നത്. ലോകമെമ്പാടുമുള്ള കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് കളിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത്. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്നുവരെ നടന്ന എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഒരേ ഒരു രാജ്യം ബ്രസീൽ മാത്രമാണ്. അതുപോലെ 16 ഗോളുകളുമായി ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ ഇപ്പോഴും ടോപ്പ് സ്കോററായി സിംഹാസനത്തിൽ തുടരുന്നു. നാളെ ഒരുപക്ഷെ ഈ റെക്കോർഡുകളൊക്കെ പുതിയ താരങ്ങൾ തകർത്തേക്കാം. കാരണം ഓരോ പുതിയ ലോകകപ്പ് വരുമ്പോഴും ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പുതിയ അത്ഭുതങ്ങളാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന ഈ 48 ടീമുകളുടെ വമ്പൻ പോരാട്ടത്തിൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ ടീമുകളുടെ കരുത്തും ഫോമും ഒക്കെ കൃത്യമായി അനലൈസ് ചെയ്താൽ എൻ്റെ മനസ്സിൽ ഒരു ഒന്നാന്തരം പ്രഡിക്ഷൻ വരുന്നുണ്ട്. ഇത്തവണത്തെ വമ്പൻ ഫൈനൽ സാക്ഷാൽ ഫ്രാൻസും ബ്രസീലും തമ്മിൽ നേർക്കുനേർ വരുമെന്നാണ് ഞാൻ പ്രവചിക്കുന്നത്. അതെ, 1998 റൊണാൾഡോ നസാരിയോയ്ക്ക് ഫിറ്റ്സ് വന്ന് കപ്പ് നഷ്ടപ്പെട്ട ആ പഴയ ഫ്രാൻസ് ബ്രസീൽ ഫൈനലിൻ്റെ ഒരു വമ്പൻ റീമാച്ച്. അന്ന് ഫ്രാൻസിനോട് തോറ്റ ആ വലിയ കടം വീട്ടാൻ തങ്ങളുടെ സുൽത്താൻ നെയ്മർ ജൂനിയറിൻ്റെ കരുത്തിൽ ഇത്തവണ ബ്രസീൽ 6ാം നക്ഷത്രം നേടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഫുട്ബോളാണ്, ഇവിടെ എന്ത് അത്ഭുതങ്ങളും സംഭവിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ ഫൈനലിൽ ഏത് ടീമുകൾ വരും? ബ്രസീൽ കപ്പടിക്കുമോ, അതോ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം വേറെയാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു തകർപ്പൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.